ക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ദൈവമേ, ആത്മാർത്ഥമായി അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അതെല്ലാം മറന്നിട്ട് കർത്താവിനെ സ്തുതിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അപാരമായ സാന്നിധ്യം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശ്രേഷ്ഠമായ ആമേ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് ഈ ആരാധനയിലുടനീളം കർത്താവെ അങ്ങേ സ്തുതിക്കുവാൻ ഇടയായി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, അങ്ങയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഹല്ലേലൂയ പ്രസൻസ് ഇതിനകത്തിൽ വരണമേ കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന മനസ്സുകളെ ഹല്ലേലൂയ നിരസിക്കാത്ത ഒരു ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ നിരാശകളെല്ലാം മാറിപ്പോകണം, ഞങ്ങളുടെ ഡിപ്രഷൻ മാറണം, ഞങ്ങളുടെ വേദനകൾ മാറണം, ഞങ്ങളുടെ ആകുലതകൾ, ആശങ്കകൾ ഹല്ലേലൂയ എല്ലാം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മനുഷ്യ മനസ്സുകളെയൊക്കെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുന്ന ആ ദൈവിക ശക്തി ഇതിനകത്തിൽ ആമേൻ ഹല്ലേലൂയ പ്രകടമാകുവാനിടയായി തീരണമേ കർത്താവേ. ആമേൻ, മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഇതിനകത്ത് നടക്കുവാനിടയായി തീരണമേ എന്നും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളെ ഒരുമിച്ച് അങ്ങ് ബലപ്പെടുത്തണമേ. ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ രോഗികൾ സൗഖ്യമായി തീരുവാനിടയായി തീരണം. ഒത്തിരി പേര് രോഗത്താൽ ഭാരപ്പെടുന്നല്ലോ കർത്താവേ. ദൈവമേ, അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവിക ശക്തിയാൽ നിറയ്ക്കണമേ. ആമേൻ, ഹല്ലേലൂയ. അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരം എല്ലാ പ്രിയ ആമേൻ രോഗത്താൽ വലയുന്ന എല്ലാ പ്രിയ മക്കളുടെ മേലും അങ്ങ് വെക്കണമേ, നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പാടി ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, എന്തെന്നില്ലാത്ത സന്തോഷം ഞങ്ങൾ അനുഭവിക്കട്ടെ കർത്താവേ. ദൈവമേ, സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ മനസ്സിനെ എല്ലാം അങ്ങ് ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് ഏകാഗ്രമാക്കി തരണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവേ. ആമേൻ. ഞങ്ങൾ പാടി ആരാധിക്കുന്ന ദേശത്തിന് വിടുതലും അനുഗ്രഹവുമായി തരണമേ. ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും ദൈവിക സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധന മൂലം ഈ ദേശം വിടുവിക്കപ്പെടുവാൻ ഇടയായി തരണമേ എന്ന് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു കർത്താവേ. ഇനി കൂട്ടിവരുത്തുവാനുള്ളവരെ എല്ലാവരെയും എത്രയും വേഗം കൂട്ടിവരുത്തിക്കാട്ടെ കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കറിയാവുന്ന പാട്ട് പാടി കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതരേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താരൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ താരൻ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദീനം ദീനമായി, തന്റെ മാർവിൽ ദീനം ദീനമായി, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദീനം ദീനമായി, തന്റെ മാർവിൽ ദീനം ദീനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും
എനിക്കേറ്റം അടുത്ത തുണയാ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. കൊരവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. കൊരവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടുമൊരടിപ്പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. പിളർന്നിടുമൊരടിപ്പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായശൈലമവൻ സങ്കേതവും കോട്ടയും താൻ, സഹായശൈലമവൻ സങ്കേതവും കോട്ടയും താൻ. നടുങ്ങിടുകിലായതിനാ തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ. നടുങ്ങിടുകിലായതിനാ തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താരൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ താരൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദീനം ദീനമാ, തന്റെ മാർവിൽ ദീനം ദീനമാ. സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദീനം ദീനമാ, തന്റെ മാർവിൽ ദീനം ദീനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടുമൊരടിപ്പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. പിളർന്നിടുമൊരടിപ്പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം.
സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ദൈവസ്നേഹത്താൽ എല്ലാവരും നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾക്ക് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ കാരുണ്യം പകരണമേ. ഞങ്ങളുടെ മനസ്സിനെ എല്ലാവരും വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഈ ആരാധനയെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Oh, Jesus, Jesus. Glory, 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 glory. Oh, hallelujah, hallelujah. Oh, we love you, Jesus. We praise you, we praise you, we praise you, Jesus. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി കർത്താവേ. Praise the Lord, praise the Lord. Hallelujah, hallelujah. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. 27-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. Psalm 27, 27-ാമത്തെ സങ്കീർത്തനം. Praise Jesus. Hallelujah. 27-ാമത്തെ സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അവസാനത്തെ 2 വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെ വിശുദ്ധ കരങ്ങളെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വളരെയധികം ആംഗ്വിഷ് ഒക്കെ നിറഞ്ഞ
നിരാശയും വേദനയും നിറഞ്ഞ ഒരു സങ്കീർത്തനക്കാരൻ. അദ്ദേഹം പറയുകയാണ്, ഹല്ലേലൂയ, അവൻ്റെ ഇരുട്ട് നിറഞ്ഞ അവൻ്റെ ജീവിതം, ആ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കുകയാണ്, യഹോവയാണ് എൻ്റെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി നിരാശയുടെ അടിത്തട്ടിൽ ആരും സഹായിക്കാനില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ വചനമെടുത്ത് വായിക്കുമ്പോൾ ആരോ എൻ്റെ കൂടെ ഉണ്ട്, ആ കൂടെ ഉള്ളവനിലുള്ള ഒരു ട്രസ്റ്റില്ലേ, അതാണ് സങ്കീർത്തനക്കാരന് ഫീൽ ചെയ്യുന്നത്. കൂടെ ആരും സഹായിക്കാനില്ലാത്തപ്പോഴും അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവുമായിട്ട് ഒരു സിംഫണിയിൽ പാടുന്നൊരു പാട്ടാണ്. ഭയങ്കര അതിനകത്തിലൊരു ഋതമുണ്ട്. അവർ ആ ആത്മാവിൻ്റെ യോജിപ്പ്, ആ യോജിപ്പിലുള്ള റിയലൈസേഷനാണ് അവിടെ നടക്കുന്നത്. യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കുന്നതാണ്. വെളിച്ചത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. വെളിച്ചം നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങളെ തരണം ചെയ്യാൻ സാധിക്കും. കർത്താവ് എന്ന് പറഞ്ഞ വെളിച്ചത്തിൻ്റെ ലോർഡ്, രക്ഷകൻ, ഹല്ലേലൂയ, ആ കർത്താവ് വെളിച്ചത്തിൻ്റെ ലോർഡ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സാൽവേഷൻ ഉറപ്പാണ്, രക്ഷ ഉറപ്പാണ്. ഞാൻ തട്ടിത്തടഞ്ഞ് ഈ അപകടത്തിൽ വീഴത്തില്ല, ഈ കുഴിയിൽ ഞാൻ വീണു പോകത്തില്ല. അത് സങ്കീർത്തനക്കാരൻ്റെ വലിയ ഉറപ്പാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷകനാണ്. ഇതിനകത്ത് നിൽക്കുന്ന നിങ്ങളൊക്കെ തപ്പിത്തടഞ്ഞ് നിരാശയുടെ ആമേൻ ആ കുഴിയിൽ കിടന്ന് നിലവിളിച്ച സാഹചര്യത്തിൽ ഈ പ്രകാശം നമ്മളുടെയൊക്കെ ആ കുഴിക്കകത്തിലേക്ക് ഇറങ്ങി വന്ന് അപ്പോൾ കണ്ട ആ വിശാലതയിലെ ആ സ്വാതന്ത്ര്യം, ഹല്ലേലൂയ, ചുറ്റും വലിയ മാൻഷൻ പോലെ തോന്നിക്കുന്ന അനുഭവമില്ലേ, ഹല്ലേലൂയ. ആമേൻ. നിരാശ കൊണ്ട് മൂടി ആമേൻ എൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് അടഞ്ഞു നിന്ന അനുഭവത്തെ കർത്താവിൻ്റെ ദാസനിലേക്ക് ഇറങ്ങി വന്ന പ്രകാശം പറയുകയാണ്, അത് വിശാലതയുള്ളതാണ്, അത് ഹല്ലേലൂയ നിന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതാണ്, ഈ കുഴിയിൽ നീ തകർന്നു പോകത്തില്ല എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പസ്വരം അവൻ അനുഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. ഒരു സൈന്യമായി നിന്റെ നേരെ ആമേൻ ശത്രുവായവൻ കടന്നു വന്നാൽ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ഹല്ലേലൂയ, യഹോവ എൻ്റെ ജീവന്റെ ബലമാണ്. ഹി ഈസ് ദ സ്ട്രോങ് ഹോൾഡ് ഓഫ് മൈ സാൽവേഷൻ, മൈ ലൈഫ്. ഹല്ലേലൂയ. എൻ്റെ ജീവന്റെ ശക്തി ദുർഗമെന്ന് പറയുന്നു അത് കർത്താവാണ്. ഹല്ലേലൂയ. അതിലൊന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവാണ് എൻ്റെ ജീവന്റെ ആധാരം. ഹല്ലേലൂയ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും, മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. പ്രിയ ദൈവമക്കളെ, സൈന്യങ്ങൾ കൂട്ടമായി നമ്മളെ ആമേൻ തോൽപ്പിച്ച് കളയുവാൻ, നമ്മളെ ഇല്ലാതാക്കി കളയുവാൻ, നമ്മുടെ പേര് നശിപ്പിച്ച് കളയുവാൻ ഓടിക്കൂടിയപ്പോഴും സങ്കീർത്തനക്കാരൻ്റെ ഹല്ലേലൂയ ആ ആശ്രയം പോലെ നമ്മളിൽ വന്ന ആശ്രയമാണ് ഇന്നും നിലനിൽക്കുന്നത്. ഹല്ലേലൂയ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അതിനൊറ്റ റീസണേ ഉള്ളൂ, എൻ്റെ സാൽവേഷൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവ് എന്നെ രക്ഷയിലേക്ക് നയിക്കും. ആ വലിയ ഉറപ്പ് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എല്ലാ വേദനകളും മാറ്റിവെച്ചിട്ട് യഹോവയുടെ മന്ദിരത്തിലെ ആ മനോഹരത്വം കാണാനുള്ള ആവേശം നിങ്ങൾ ഉള്ളിലേക്ക് വന്നു നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ നമ്മൾ ആരാധിക്കുമ്പോൾ
നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകട്ടെ. നിങ്ങളെ അലോരസപ്പെടുത്തുന്ന ശത്രുക്കൾ അത് നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ആമേൻ സ്വത്രം അനുഭവവേദ്യമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മനോഹരത്വത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. നിങ്ങളുടെ മുമ്പിലുള്ള ശത്രു ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന അത്യത്ഭുതം നമ്മളിൽ നടക്കുവാനിടയായി. കർത്താവ് നമ്മളെ അതിനുവേണ്ടി ബലപ്പെടുത്തണം. തുടർന്ന് നമ്മൾ കർത്താവിനെ പാടി ആരാധിക്കാൻ തുടങ്ങിയാണ്. കർത്താവ് അതിനു വേണ്ടി നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മുടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. നമ്മുടെ വെളിച്ചമായ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളോടൊപ്പം കർത്താവുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്നു, 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ സ്തോത്രം നമ്മളോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. നമ്മുടെ പ്രത്യാശ ഒരിക്കലും കൈവിടാതെ സ്തോത്രം അത് നസ്രായനായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആക്കി വെക്കുന്നു എങ്കിൽ നിശ്ചയമായും സ്തോത്രം നമ്മുടെ ഓട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നടപ്പിൽ നാം ഭാരപ്പെടുകയില്ല, നാം ഭയപ്പെടുകയില്ല. നമ്മളെ കരുതുവാൻ, നമ്മളെ താങ്ങുവാൻ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദൈവമക്കളെ, വചനം പറയുക, ധൈര്യപ്പെട്ടിരിക്കുക, യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. ലോകത്തിന്റെ വെളിച്ചം കർത്താവ്, സ്തോത്രം, ആ കർത്താവ് നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാ? നമ്മുടെ ഇരുട്ടിനെ മാറ്റി നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. Step down into darkness, open my eyes, let me see beauty that made this heart adore you, hope of my life spent with you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. King of all days, oh so highly exalted, glorious in heaven above. Humbly you came to the earth you created, all full of sin became poor. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. I'll never know how much it cost to see my sin upon that cross. I'll never know
how much it cost to see my sin upon that cross. I'll never know how much it cost to see my sin upon that cross. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Here I am to worship, here I am to bow down, here I am to say that you're my God. Hallelujah. Praise the Lord, praise the Lord, praise the Lord. കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ എന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നാം നമ്മെ തന്നെ മറന്ന്, സ്തോത്രം, നാം നിൽക്കുന്ന ഇടം, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ഉള്ള ഇടമായതുകൊണ്ട്, സ്തോത്രം, കർത്താവ് പറഞ്ഞു 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ കർത്താവ് ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, അതേ സ്തോത്രം, നമ്മുടെ ചുറ്റും ആര് നിൽക്കുന്നെന്നുള്ളതല്ല, നമ്മുടെ സൈഡിൽ ആര് നിൽക്കുന്നതെന്നുള്ളതല്ല, നാം എവിടെ ഹല്ലേലൂയ ഏത് ഹോളിൽ ആയിരിക്കുന്നു എന്നുള്ളതല്ല, ഇന്ന് പകൽക്കാലം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിമിഷം അത് ബൃഹത്തായതായതുകൊണ്ട് ഹല്ലേലൂയ വചനം പറയുകയാണ്, നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഹല്ലേലൂയ. ഈ ശരീരം ഹല്ലേലൂയ നമുക്ക് അവകാശപ്പെടാനായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. കാരണം ചേറ്റിൽ കിടന്ന എന്നെയും നമ്മളെ ഓരോരുത്തരുടെയും ഹല്ലേലൂയ സ്തോത്ര അവസ്ഥ കണ്ട് നമ്മളെ കരം പിടിച്ച് ചേറ്റിൽ നിന്ന് പിടിച്ചുയർത്തിയ ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വചനം പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഈ ശരീരത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുക, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ ഒരിക്കലും സ്തോത്രം നമുക്കത് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാനുഷികമായി നമുക്കതിനെ നികത്താൻ പറ്റത്തില്ല. പക്ഷേ നികത്താൻ കഴിവുള്ള ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. സ്തോത്രം. അത് ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ, സ്തോത്രം, രോഗമായിക്കൊള്ളട്ടെ, ഏത് ഭാരമായിക്കൊള്ളട്ടെ, ജോലിയുടെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, നിന്റെ ഭാരം നീ ചുമക്കാനല്ല വചനം പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്തോത്രം ഭാരത്തെ ഇറക്കി വെക്കുവാൻ തയ്യാറാണെങ്കിൽ അത് കർത്താവ് ചുമപ്പാൻ തയ്യാറാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്തോത്രം, അതേ സ്തോത്രം, നമ്മുടെ ചുറ്റുപാടിനെ നോക്കിയല്ല, അതേ സ്തോത്രം, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം നോക്കിയല്ല, ഹല്ലേലൂയ, യേശുവിന്റെ മുമ്പിൽ അതേ നിന്റെ മുട്ടുമടക്കുവാൻ നീ തയ്യാറായാൽ നിശ്ചയമായി നിന്റെ ഭാരങ്ങളെ വഹിപ്പാൻ കർത്താവ് തയ്യാറാ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പാടി വീണ്ടും കർത്താവിനെ ആരാധിക്കാം. അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ ദൈവമാ. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്തോത്രം പാട്ടിൽ പറയുന്നു, അങ്ങേ പോലെയുള്ള ദൈവം ഹല്ലേലൂയ വേറെ ആരുമില്ല. സ്തോത്രം, അങ്ങിൽ മാത്രമാണ് ഹല്ലേലൂയ ഞാൻ ചാരുന്നത് എൻ്റെ പ്രാണപ്രിയ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം, ധ്യാനിച്ചു പാടാം. ദൈവമേ ആരുള്ളി ലോകേ അങ്ങിലല്ല
വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ. അങ്ങീരല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരും പ്രാണപ്രിയരേ. അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ. നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഗീതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ. വഴി കാട്ടിയാൽ എന്നെ നയിക്കേണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ. വഴി കാട്ടിയാൽ എന്നെ നയിക്കേണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടേണമേ. ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ആരാധന
ഹഷിഖാന ഹരഗസ്യാന ജുഡബല ബല ബബ ശബല ബല ബല ബബസ്യാന ഹഷിഗരഗ ബബ ബബ ബബ. നമ്മൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ പിശാചിന്റെ ശക്തികൾ ഹല്ലേലൂയ അത് അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാ. നമ്മൾ ഇവിടെ സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ ഉടഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. വചനം ഇപ്രകാരം പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാ. സ്തോത്രം. ആരാധിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടുകയാ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ഒരു കാര്യം ഓർച്ചോണം, നമ്മളെ ആരാധിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്തോത്രം പിശാച് പല വഴികളും നോക്ക്. വചനം പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ ദിവസങ്ങളിൽ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതേ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ സ്നേഹിച്ച നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ മുഖത്തു നോക്കി നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഹല്ലേലൂയ കഴിവ് അനുസരിച്ച് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വീണ്ടും ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താതി കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താതി കർത്താവിനെ യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം. യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം. യേശുവിനെ ഇന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം. യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം. യേശുവിനെ ഇന്നുമെന്നും അനന്യനെ യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാ
Hallelujah. Hallelujah. Praise the Lord. 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 യേശുവിനെ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു, ജയമെടുക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. Love you, Jesus. We love you, Lord. We love you, Master. We praise you, Jesus. Hallelujah. 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 Praise the Lord. Praise the Lord. Praise. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എബി ഇപ്പോൾ പ്രാർത്ഥന നമ്മളെ കർത്താവേ കൃപ. സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ മാർവോട് അണച്ച് ദൈവത്തിന്റെ കൃപയ്ക്കായി വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഓരോ നിമിഷവും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്ന കർത്താവേ, പോകേണ്ട പാതയിൽ ഞങ്ങളെ അഭ്യസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ആരാധനയുടെ മധ്യത്തിൽ കർത്താവെ ശക്തമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. അതിനുവേണ്ടി ദൈവദാസന്മാരെ ഒരുക്കിയല്ലോ, അവരുടെ ശുശ്രൂഷകൾ എല്ലാം ദൈവം അനുഗ്രഹിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ദൈവദാസനെ, കുടുംബത്തെ കർത്താവെ, ഞങ്ങളുടെ സഹോദരി സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് നടക്കുന്ന ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയി തീരുവാൻ ദൈവം സഹായിക്കണേ കർത്താവെ. പല വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായി മാറണേ കർത്താവെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദിവസമായി മാറട്ടെ കർത്താവെ. ഇരുട്ടിൽ വെളിച്ചം ഉദിച്ചതുപോലെ വലിയ പ്രകാശങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കുന്ന ദിവസമാകയാൽ സ്തുതിക്കുന്ന കർത്താവെ. പല വിഷയങ്ങളെ കർത്താവെ നിരാശപ്പെട്ട് മാറി നിൽക്കുന്ന ലഭിക്കുന്ന പുതിയ പ്രത്യാശകൾ ലഭിക്കുന്ന ദിവസമായി മാറട്ടെ കർത്താവെ. ദിവസായകനെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ കർത്താവെ ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വെളിപ്പാടിൽ നിറഞ്ഞതുകൊണ്ട് പ്രവാചകൻ കർത്താവെ ഒരു പ്രവചന ശുശ്രൂഷയായി വചന ശുശ്രൂഷകൾ നടക്കുവാൻ ദൈവം സഹായിക്കണേ കർത്താവെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും തുടർന്നുള്ള നിമിഷങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവെ. ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഞങ്ങൾ ഉണ്ടായിരിക്കണേ. പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും കഥാസ്ഥാനങ്ങളിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി പേര് രോഗികളാണ് നമ്മളുടെ ഇടയിൽ. ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ഇല്ല. ചിലർക്ക് നാട്ടിൽ കടന്നുപോയി. അങ്ങനെയൊക്കെ ആണെങ്കിലും സൂസൻ എന്നോട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പറഞ്ഞു, ഒത്തിരി പേര് ആരും കാണത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞു വേറെ ആൾക്കാരെ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം ലേഡീസിൻ്റെ സീറ്റുകളൊക്കെ ഫില്ലായി. പ്രൈസ് ദി ലോർഡ്. അവരും കൂടി ഇങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഫില്ലാകുമായിരിക്കും. എന്നല്ല അവരവിടെ ഇരുന്നോട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് വഴി നടത്തുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശ, പ്രതീക്ഷ, അതൊക്കെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തു വന്നാലും കർത്താവിനോടുള്ള സ്നേഹം നമ്മൾ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എബിയും ജാസ്മിനും കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലായിരുന്നു. അവർ തിരിച്ച് കടന്നു വന്നല്ലോ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ജാസ്മിനും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. എബിക്ക് വയ്യാതെ ഇവിടെ ഭവനത്തിൽ തന്നെ ആയിരുന്നു. അവർ വന്ന വഴിക്ക് തന്നെയാണ് കോട്ടേജ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ വന്ന് നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ ഇറങ്ങി നേരെ വീട്ടിൽ കയറി നമ്മുടെ കോട്ടേജ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഞാനാണെങ്കിലും ഒന്ന് ആലോചിക്കും, ക്ഷീണമുണ്ട്. ഇല്ലാത്ത ക്ഷീണം നമ്മളുടെ ശരീരത്തിൽ പടരുന്നതായിട്ട് തോന്നും. യാത്രയുടെ ഇതൊക്കെയല്ലേ. അപ്പോൾ നമുക്ക് സ്വയമായിട്ട് നമ്മൾ സൈക്കോളജിക്കലി എന്തോ ക്ഷീണം ഇല്ലെങ്കിലും നല്ല സൂപ്പർ ഫുഡൊക്കെ ആയിരിക്കും ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത്. എല്ലാ സുഖമാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്വയമായിട്ട് പറയും,
ഇന്നിനി വയ്യ, ഹല്ലേലൂയ, ഇന്നിനി ഒക്കത്തില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവിക കാര്യങ്ങളിലുള്ള നമ്മുടെ ഉത്സാഹം വർദ്ധിക്കുന്നത് എന്നെ ഓർത്ത് ഞാൻ ദിവസം ചിലരോടൊക്കെ നമ്മൾ എന്നാലും പിന്നെ എന്താ പറയുന്നേ, സിസ്റ്ററിനല്ലേ അസുഖം, ബ്രദർ കൊച്ചുങ്ങളെ കൊണ്ട് വാ, അങ്ങനെ പറഞ്ഞാലേ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നവരും ഉണ്ട് ഇതിനകത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നൊന്ന് ആരാധിക്കുമ്പോൾ ഉണ്ടോ ആ വിടുതലെന്ന് പറഞ്ഞാൽ അൺപാരലൽ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിനെ വർണ്ണിക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര എനർജി ഡ്രിങ്ക് പോലെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കുറച്ചു നേരം ഒന്ന് ആരാധിക്കുന്നത്. ഒരുമിച്ചുള്ള കമ്മ്യൂണൽ വർഷിപ്പിനകത്തിൽ നിന്ന് കിട്ടുന്ന ബലം, സൗഖ്യം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളുമൊക്കെ അവിടെ നടക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അതിന് വേണ്ടി നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം, ദൈവികമായ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗമാണ്. 2 Kings chapter 18 verse 5-7. He trusted in the Lord God of Israel, so that after him was none like him among all the kings of Judah, nor any that were before him. For he clave to the Lord and departed not from following him, but kept his commandments, which the Lord commanded Moses, and the Lord was with him, and he prospered whithersoever he went forth. ആർക്കെങ്കിലും ആ മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 18 5, 6, 7 വാക്യങ്ങൾ. 18 5, 6, 7 2 രാജാക്കന്മാർ. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അൺപാരലൽ ട്രസ്റ്റ്. വേറെ ഒരു രാജാക്കന്മാരിലുമില്ലാത്ത അതുല്യമായ ട്രസ്റ്റ് പ്രിയ ഹെസക്കിയ എന്ന് പറഞ്ഞ രാജാവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. He trusted in the God of Israel. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. സ്തോത്രം. അപ്പോൾ ആ മനുഷ്യനെ എന്തുമാത്രം കർത്താവ് സ്നേഹിക്കുമെന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യർക്കൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്, അതും നമ്മൾക്ക് ഹെസക്കിയയിൽ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ട്രസ്റ്റിംഗ് ഇൻ ഗാഡ്, അപാരമായ ട്രസ്റ്റ്. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ ദാസൻ, ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ഇസ്രായേലിന് വേണ്ടി ദൈവത്തിന് ഇടനിലക്കാരനായി നിന്ന് രാജ്യത്തെ ഭരിക്കുന്ന കർത്താവിൻ്റെ സർവൻറ്റ്, ദ സർവൻറ്റ് ഓഫ് ഗാഡ്. അദ്ദേഹമാണ് റാഡിക്കൽ റിലീജിയസ് റിഫോംസ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. നമുക്ക് നോക്കാം. 2 Kings chapter 20 verse 1-6 ഒന്ന് വായിച്ച്. സോറി, 1 second. 2 Kings chapter 18 verse 4. മോശെ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. Hezekiah removed the high places, broke down idols, and even destroyed the bronze serpent made by Moses. മോശെ ഉണ്ടാക്കിയ നെഹുഷ്ടാൻ സർപ്പം, ആ സർപ്പത്തെ നോക്കിയായിരുന്നു അന്ന്. അതൊരു ഇമേജറി ആയിട്ട് കർത്താവ് കൊടുത്തതാണ്. പക്ഷെ അവർ തെറ്റിദ്ധരിച്ചു, ഇതായിരിക്കും ദൈവമെന്ന് വിചാരിച്ച്. മോശയല്ലേ കൊടുത്തത്. അപ്പം ഈ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കാത്ത ഒരാൾ പെട്ടെന്ന് തെറ്റിപ്പോകും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇസ്രായേൽ മക്കളിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ലോർഡ്.
ഹല്ലേലൂയ. കർത്താവ് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത് എന്ന് പറയുന്ന സ്ഥാനത്താണ് മോശയോടെ കർത്താവ് പ്രത്യേകമായൊരു സാഹചര്യത്തിൽ അത് ഉയർത്താൻ പറയുന്നത്. അതിനെല്ലാം പശ്ചാത്തലങ്ങളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് മനസ്സിലാക്കാത്ത ഏത് ഇസ്രായേലിനും അതിനെ വണങ്ങിപ്പോകും. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ലീഡർ ഉയർത്തിയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു, അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു, മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ച് കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റ് രാജാക്കന്മാരെ പോലെ മിക്സിംഗ് യാഹ്വസം വിത്ത് ഐഡൽസ് ഓർ മിക്സിംഗ് യാഹ്വസം വിത്ത് ഡിഫറെൻറ്റ് റിലീജിയൻ, മറ്റ് മത അനുഷ്ഠാനങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ യാഹ്വിസം, അതിനെയാണ് സിങ്ക്രട്ടിക് ലൈഫ്, സിങ്ക്രട്ടിക് വിശ്വാസം എന്നൊക്കെ പറയുന്നത്. ആ അനുഭവത്തിലൂടെ രാജ്യം ഇങ്ങനെ കടന്നു പോകുമ്പോഴെല്ലാം കർത്താവിൻ്റെ കൊടിയ ശിക്ഷ അവരനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ ചില ദൈവദാസന്മാർക്ക് ഒരു വെളിപ്പാടുണ്ടാകും, ഇത് ചെയ്യുന്നത് തെറ്റാണ്, തിന്മയാണ് എന്ന് തോന്നും. അങ്ങനെ വരുമ്പോഴാണ് അവരൊരു സ്റ്റെപ്പ് എടുക്കും മുന്നോട്ട്, സധൈര്യം. ഹെസക്കിയ മുന്നോട്ട് സധൈര്യം ഒരു സ്റ്റെപ്പ് എടുത്തു. ഞാൻ ഓണം ഉണ്ണത്തില്ല. മനസ്സിലായോ? ഞാൻ ഓണം ഉണ്ണത്തില്ല. ഇനിയും ചെംസോഡിൽ അവിടെ ഇവിടെ കാണും വിശന്ന്, ഈ നമ്മുടെ നാട്ടിൽ പറയും വിശന്ന് വയറ്റിൽ എന്താ പറയുന്നത്, കത്തി ഒരു മണം വരുമെന്നൊക്കെ പറയും. എന്ന് പറയുന്ന പോലെ കുടൽ കരിയെന്ന്. ഈ കുടൽ കരിഞ്ഞിരിക്കുമ്പോൾ ചെംസോഡിലെ ഏതെങ്കിലും മലയാളി കടയിൽ കയറി ഫുഡ്, അന്ന് ഓണമായിരുന്നു, കഴിച്ചെന്ന് വിചാരിച്ചൊന്നും പറ്റത്തില്ല. സ്വത്രം പറഞ്ഞ് കഴിച്ചോണം. ഇനി ഇതിനു വേണ്ടി വണ്ടി കയറി പിന്നെ ഈസ്റ്റാമിലൊക്കെ പൈസയും മുടക്കി, അയ്യോ ഓണസദ്യ, അങ്ങനെ പോയ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാകത്തില്ല. അതിനെയാണ് സിങ്ക്രട്ടിസം എന്ന് പറയുന്നത്. യു ആർ ഡൂയിങ് യാഹ്വിസം, യു ആർ കണക്റ്റിംഗ് ഓർ എന്താ പറയുന്നത്, മിക്സിങ് യാഹ്വിസം വിത്ത് അതർ വർഷിപ്പ്. ഹല്ലേലൂയ. ദുഃഖവെള്ളിയാഴ്ച പോലും ആചരിക്കാത്ത മനുഷ്യരാണ് നമ്മൾ, ഓർക്കണം. കർത്താവിൻ്റെതാണ്. അതുപോലും ആചരിക്കാത്തവൻ ഓണം ഉണ്ണാനായിട്ട് പോവുകയാണ്. അടുത്ത ഓണം എന്നാന്ന് തിരക്കി പിടിച്ച് കലണ്ടറെ കുറിച്ച് വെക്കുക. എന്തൊരു വിരോധാഭാസം, കഷ്ടമെന്നല്ല അതെന്താ പറയുന്നത് അല്ലേ? സി, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് നിന്ന് അത് വരുന്നില്ലെങ്കിൽ ദർ ഈസ് എ മിക്സിങ്, ഒരു മിക്സിങ് നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ വേദഭാഗം ഒന്നും എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷെ ഇത് വായിച്ചു വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇപ്പോൾ ഓണമാണല്ലോ. ഹല്ലേലൂയ. നിങ്ങളുടെ പിന്നെ കൂട്ടുകാരെങ്കിലും ഇന്ന് ഇവിടെ വെച്ച് ഫുഡ് കഴിക്കാം കേട്ടോ, അവിടെ കയറി ചെന്നപ്പോഴാണ് ഇലയൊക്കെ ഇട്ടിരിക്കുന്നു, സ്തോത്രം പറഞ്ഞ് കഴിച്ചോണോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ്, നിങ്ങളെ ഈ എന്തോ സെക്കുലറിസം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ ദ ലോർഡ്സ് ഡേ, അതായിരുന്നു ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതുപോലും ആചരിക്കാൻ കൂട്ടാക്കാത്ത മനുഷ്യർക്ക് എന്താണ് ഓണം? ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിനെ മാറ്റിയ ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച അല്ലേ? ഗുഡ് ഫ്രൈഡേ നിങ്ങൾക്ക് അഡ്രസ്സ് തന്ന, നിങ്ങളെ എറ്റേണിറ്റിയിലേക്ക് കടത്തിയ ദിവസം. അതിനെപ്പോലും മറക്കാൻ തയ്യാറാകുന്ന നിങ്ങൾക്ക് എവിടുന്ന ഓണം? നിങ്ങളുടെ ഓണമൊക്കെ എവിടുന്ന് വരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും മിണ്ടാതായിപ്പോയല്ലോ. എന്തു പറ്റി? ഓണം വല്ലതും അടിച്ചിട്ട് വന്നിരിക്കുവാണോ? പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അതിനകത്തിലാണ് ഇദ്ദേഹം അൺപാരൽ കിങ് ആണെന്ന് പറയുന്നത്. തുലനം ചെയ്യാനൊക്കാത്ത ഒരു രാജാവ്. And he has a personal prayer life and God's response അദ്ദേഹത്തിന് അപ്പോഴപ്പോഴുണ്ടായിരുന്നു. അദ്ദേഹം മരണകരമായ രോഗത്തിലേക്ക് വീണപ്പോൾ കർത്താവിനോട് നിലവിളിച്ചു. അങ്ങനെ ഒരിടത്തും നമ്മൾ നിലവിളിച്ചവർക്ക് ആയുസ് രാജാക്കന്മാർക്ക് കൂടിയത് നമ്മൾ കാണുന്നില്ല. 2 Kings chapter 20 verse 1 through 6 നമുക്കൊന്ന് വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഓണമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പറ്റുമോ? നിങ്ങളല്ല, ഞാനും ചിലപ്പോൾ ഓണം ഉണ്ടെന്നിരിക്കും, പക്ഷെ അതൊന്നും പിടിച്ച് സ്റ്റാറ്റസ് ആക്കി ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കാനൊന്നും പോകരുത് പ്ലീസ്. ഇവിടെ ഇപ്പോൾ പാസ്റ്റർമാർ വരെയാണ് ഓണം ഉണ്ടിട്ട് സ്റ്റാറ്റസ് ആക്കുന്നതും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവിന് കേൾക്കണമെന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ആയുസിനെ ദീർഘിപ്പിച്ച് തരണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാനുള്ള പ്രാഗൽഭ്യം എവിടെ നിന്നാണ് കിട്ടുന്നത്? യു ഡു ഹാവ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് മാത്രമേ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റത്തുള്ളൂ. തെറ്റുപറ്റിപ്പോയി കാണുമല്ലേ? നമ്മളൊക്കെ ഈ യെസയ്ക്കായി തെറ്റുപറ്റിയിട്ടുണ്ട്. തെറ്റുപറ്റാത്ത ആരുമില്ല. പക്ഷേ നമ്മൾ ആ കമ്മിറ്റ്മെന്റിൽ നിൽക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ രോഗികളായിരിക്കുമ്പോൾ പണി കൂടുതൽ പാസ്റ്റർമാർക്കാണ്. ഹല്ലേലൂയ. നിങ്ങളെന്തെങ്കിലും ഇതുപോലുള്ള അത്തവും മാവേലിയൊക്കെ ചെന്ന് വണങ്ങി ആ പുള്ളിയുടെ ആഹാരം എല്ലാം മേടിച്ച് കഴിച്ചിട്ട് പിന്നെ നിങ്ങൾ രോഗികളായി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. പ്രാർത്ഥിച്ചാൽ ഒന്നും കർത്താവ് കേൾക്കത്തൊന്നുമില്ല. കർത്താവ് പറയും, നീ ആദ്യം ക്രമീകരിക്കപ്പെടുക, then you come to me. കർത്താവിനൊരു ഭയങ്കര വിശുദ്ധിയുണ്ട്. It's a great kind of sanctity you will find in his presence. Hallelujah. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്ത് രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. കർത്താവ് നിങ്ങളെ പൊന്നുപോലെ പരിരക്ഷിക്കും. നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ എന്ത് പറഞ്ഞേ? 1000 ശത്രുക്കൾ എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ. പ്രൈസ് ദി ലോർഡ്. സംരക്ഷിക്കാൻ കർത്താവുണ്ടെ പിന്നെ ആരെയും കൂസേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവനെ സംരക്ഷിക്കും, നിങ്ങളുടെ സ്വത്തിനെ സംരക്ഷിക്കും, നിങ്ങളുടെ സ്വത്തുവകകളെ സംരക്ഷിക്കും. അത് കർത്താവിൻ്റെ ഉറപ്പാ, ഗ്യാരണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഈ കർത്താവിൻ്റെ ദാസനുണ്ടായ അസീറിയൻ ഡെലിവറൻസ്, അൺപാരലായിട്ടുള്ള ഒരു ഡെലിവറൻസാണ് കർത്താവിൻ്റെ ദാസന്
ഈ ഹെസേക്കിയായി കിട്ടുന്നത്. 2 Kings chapter 19 verse 35 ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 19:35. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അത്രയും ഡ്രമാറ്റിക് ആയിട്ടുള്ള നാഷണൽ എക്സ്പീരിയൻസ് കിങ് ഹെസക്കിയയുടെ ജീവിതത്തിൽ രാജാവ് എന്നുള്ള നിലയിൽ കിങ് ഹെസക്കിയയ്ക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളതെന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ 2 രാജാക്കന്മാർ പ്രൈസ് ദി ലോർഡ് വായിച്ചു തുടങ്ങിയ വേദഭാഗം 2 രാജാക്കന്മാർ 18:5 പറയുന്നത്. എന്തോ വായിച്ചേ? അവനോട് തുല്യനായിരുന്നില്ല. അത്രമാത്രം ദൈവത്തോട് അടുപ്പമുള്ളവൻ. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ യുദ്ധം ജയിക്കുന്നത് നിങ്ങളുടെ ആംസ് ആൻഡ് അമ്യൂണിഷൻസിലുള്ള പ്രൗഡ് കൊണ്ടൊന്നും നിങ്ങൾക്ക് യുദ്ധം ജയിക്കാനൊക്കത്തില്ല. പ്രൈസ് ലോർഡ്. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സ്റ്റേറ്റസ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാങ്ക് ബാലൻസ്, ഇതിനൊന്നും നിങ്ങളുടെ യുദ്ധത്തെ ജയിപ്പിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. പിന്നെ കർത്താവിൻ്റെ ദാസൻ ചെയ്ത ഈ മനുഷ്യൻ ചെയ്തത് റിവൈവൽ ഓഫ് ദ വർഷിപ്പ്, യഹോവയുടെ ആരാധന സ്ഥാപിച്ചു എന്നുള്ളതാണ്. റിവൈവൽ, അതിൻ്റെ പുനരുജ്ജീവനം. 2 Chronicles chapter 29-30 ആ 2 അധ്യായങ്ങളിൽ നമ്മൾ ഹെസക്കിയ കൊണ്ടുവന്ന റിഫോംസിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ദൈവിക ആരാധന താൻ റിവൈവ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, നമ്മൾ വായിച്ച് തുടങ്ങിയ വേദഭാഗം 18:5 18:5. യഹോവയിൽ ആശ്രയിച്ചു. അതിൻ്റെ ഹീബ്രു ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ലീൻ ഓൺ, റോൾ ഓൺ, ഡിവോൾവ്, കമ്മിറ്റ്, സ്റ്റേ, ടേക്ക് റെഫ്യൂജ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര അർത്ഥങ്ങളുണ്ട്. ട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ക്ലീവ് ഓൺ. പ്രൈസ് ദി ലോർഡ്. ലീൻ ഓൺ, റോൾ ഓൺ, ഡിവോൾവ്, കമ്മിറ്റ്, സ്റ്റേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് അവൻ യഹോവയോട് ചേർന്നിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മോശയോട് കൊടുത്ത ആ പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾ അനുസരിച്ച് അവൻ നടന്നു. വേഴ്സ് 6 വായിക്കാം. അവൻ യഹോവയോട് ചേർന്ന് വിട്ടു പിന്മാറാതെ, ചേരുക, ക്ലീവിങ്. അവൻ യഹോവയോട് ചേർന്നിരുന്നു. അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. ഹല്ലേലൂയ. ഈ അഡ്ഹഷൻ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ പശ വെച്ച് ഒട്ടിച്ചതുപോലെ കർത്താവിനോട് ചേർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരുന്നു, ഗ്ലൂ ചെയ്തു വെച്ചു. ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിയിരുന്നു, ചേർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനകത്തിൽ അഡ്ഹറൻസ് ഓഫ് ലോയൽറ്റി ഉണ്ട്, അഡ്ഹറൻസ് ഓഫ് ലവ് ഉണ്ട്, അഡ്ഹസീവ്നെസ് ഓഫ് ഫെലോഷിപ്പ് ഉണ്ട്. ലോയൽറ്റി, ലവ്, ഫെലോഷിപ്പ്. കർത്താവിനോട് പറ്റിയിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു ദൈവത്തോടും ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവങ്ങളുടെയും ആചാരങ്ങളോട് നിങ്ങൾക്ക് പറ്റത്തില്ല, പറ്റിയിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തോ പാസ്റ്റർ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നത്. ദൈവവചനം അതാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നാളെ പിന്നെ ഓണം കഴിച്ചെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ഈ കോണ്ടെക്സ്റ്റിൽ ഈ വചനമാണ് എനിക്ക് കിട്ടിയത്. ഒരു പക്ഷെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ടായിരിക്കുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾ അതിൻ്റെ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഹല്ലേലൂയ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടും, സഫർ ചെയ്യേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ ആ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഒക്കെ നമ്മുടെ സഭയെ രക്ഷിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ലോയൽറ്റി, നമ്മുടെ ലവ്, ഹല്ലേലൂയ, നമ്മുടെ ഫെലോഷിപ്പ് ഏതുമായിട്ടാണ് ചേർത്ത് വെച്ചേക്കുന്നത്? ഏതുമായിട്ടാണ് ഹല്ലേലൂയ ഗ്ലൂ ചെയ്ത് വെച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്തോ അറിയത്തില്ല, നിങ്ങളൊക്കെ ഒത്തിരി ശാന്തന്മാരായിട്ട് കാണുന്നു. പഴയതുപോലെയല്ല. എനിക്ക് തോന്നുന്നു എന്തോ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഡിപ്പാർട്ടഡ് നോട്ട് ഫ്രം ഫോളോവിങ് ഹിം എന്നൊരു പ്രയോഗം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഞാൻ കർത്താവിനെ വിട്ട് പിന്മാറത്തില്ല. ഐ വിൽ ഫോളോ ഹിം. കർത്താവിനെ പിൻപറ്റും. കർത്താവിൻ്റെ ഇഷ്ടത്തിൽ മാത്രമേ ഞാൻ നടക്കത്തുള്ളൂ. നമ്മൾ വെറുതെ ഒന്നുമല്ല നമുക്ക് ഈ പ്രൊട്ടക്ഷൻ തരുന്നത്. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ അവരൊരു ഓത്ത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അന്നേരം അവർ പറയും, ഇതുപോലെ ഈ രാജ്യത്തിൻ്റെ പട്ടാളം, പോലീസ്, ഇവിടുത്തെ സകല സംവിധാനങ്ങളും നിങ്ങൾക്കൊരാപത്ത് വന്നാൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും, ഞങ്ങളുടെ ഗ്യാരൻറ്റിയാണ്. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഈ സംഭവം എല്ലാം ചുളുവിന് മേടിച്ചിട്ട് ഇന്ത്യ ഈ പല രാജ്യങ്ങളോട് പിന്നെ അലയൻസിന് പോകുന്ന പോലെ അവിടെ ചെന്നാൽ അവിടെ അലയൻസാ, അമേരിക്കയിൽ ചെന്നാൽ അവിടെ അലയൻസാ, പിന്നെ റഷ്യയിൽ ചെന്നാൽ അവിടെ അലയൻസാ. അമേരിക്ക പറഞ്ഞ് നിൻ്റെ കൈ വെച്ചാൽ മതി, നീ ഏതെങ്കിലും ഓലെടുത്ത് ഉറച്ച് നിൽക്ക്. ക്രൈസ്റ്റ് ചർച്ചിലെ ആൾക്കാരെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെ പറയരുത്, എവിടെങ്കിലും ഉറച്ച് നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ യഹോവയോട് ചേർന്നിരുന്നു, അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. Then പ്രമാണിച്ച് നടന്നു. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ ഹിസ് കമാൻഡ്മെന്റ്സ് ഒബേ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒബേയിങ് കെപ്റ്റ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അപ്പടി അനുസരിക്കാൻ തയ്യാറായി എന്നുള്ള അർത്ഥത്തിലാണ് അത് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അവൻ യഹോവയോട് ചേർന്നിരുന്ന് അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു. Then 7 verse 7, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശ്ശൂർ രാജാവിനോട് മത്സരിച്ചു, അവനെ സേവിക്കാതിരുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ശക്തികളൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തി സ്ലേവ് ആക്കുമെന്നും പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അന്നേരം നമ്മൾ അയ്യോ ഇവൻ ഭയങ്കര പവർഫുള്ളാണ്, എന്നാൽ പോയി അവനെയും ഒന്ന് വണങ്ങിയേക്കാം, മറ്റവനെയും വണങ്ങിയേക്കാം, എല്ലാവരെയും അങ്ങ് സൂപ്പിച്ച് നിർത്തിയേക്കാം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ നിന്നാൽ അശ്ശൂർ രാജാവ് നിങ്ങളെ കീഴ്പ്പെടുത്തിക്കളയും. ഒരുപക്ഷെ ജീവനെ തന്നെ അവൻ എടുത്തു കളയും. 1,80,000 പേരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലേ, 83 അത്രയും കണ്ടു. അത്രയും പേരെയാണ് കർത്താവ് ഒരായുധവുമില്ലാതെ അസീറിയൻസിനെ കൊന്ന് തള്ളിയത്. എസെക്കിയായ്ക്ക് കൊടുത്ത വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറഞ്ഞാൽ അവൻ കർത്താവിനോട് പറ്റിയിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ മനുഷ്യനും മിസ്റ്റേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. ഞാൻ ഈ 2 ഭാഗവും പറയുന്ന കൂട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്.
അവനിലുള്ള മാനുഷികമായ കുറവുകൾ വെളിപ്പെട്ടു. നമ്മളുടെ ജീവിതത്തിൽ മാനുഷികമായ കുറവുകളൊക്കെ വരും. ചിലരൊക്കെ നിർബന്ധിച്ച് വിളിക്കുന്നതുകൊണ്ട് നമ്മൾ ഓണമല്ല എന്തും ഉണ്ണും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ പറ്റിപ്പോവും. പറ്റിയാൽ പറ്റി കർത്താവേ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതി. അതുപോലും ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല സാത്താൻ. പ്രൈസ് ദി ലോർഡ്. രണ്ട് രാജാക്കന്മാർ 20:12 മുതലുള്ള ഭാഗങ്ങൾ. ബെരോദാക്ക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ആ ആ ആ ആ ആ ഒരു വസ്തുവില്ലായിരുന്നു. പുള്ളിക്ക് ഇച്ചിരി കർത്താവ് അനുഗ്രഹിച്ച് കുറച്ച് സ്വർണവും ഭണ്ഡാരങ്ങളും എല്ലാം റിസർവായിട്ട് തൻ്റെ ഭണ്ഡാരപ്പെട്ടിയിലേക്ക് വന്ന് നിറയാൻ തുടങ്ങി. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവർണ കാലകമായിരുന്നു ഹെസക്കിയയുടെ, ദ കിങ് ഹെസക്കിയയുടെ റെയിൻ എന്ന് പറയുന്നു. ആ ടൈമിൽ ഭയങ്കര സമൃദ്ധി ഉണ്ടായി. അതിനകത്തിലേക്ക് വന്ന സ്വർണവും ഭണ്ഡാരങ്ങളും ഇതൊക്കെ നമ്മൾ പറയത്തില്ല 100 തലമുറ കഴിഞ്ഞാലും ഈ രാജ്യം നശിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ. എന്ന് പറയുന്നതുപോലെ ഈ മനുഷ്യൻ ഇതെല്ലാം കൂട്ടിവെച്ചേക്കുക. ഈ കൂട്ടിവെച്ച സാധനം എന്തോ ചെയ്തു, തൻ്റെ നെകളം കൊണ്ട്, നെകളമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്കെല്ലാം ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ കർത്താവിൽ ആശ്രയിക്കാതെ ഈ നെകളം ത്തിൽ നമ്മളെ പെടുത്തിക്കളയും സാത്താൻ. കർത്താവിൽ ആശ്രയിച്ചില്ലെങ്കിൽ നെകളത്തിൽ നമ്മളെ പെടുത്തും. ഹിസ്കിയ അവരുടെ വാക്ക് കേട്ട് തൻ്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമളതൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ ഭണ്ഡാരങ്ങളിലൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിലും ഹിസ്കിയ അവരെ കാണിക്കാത്ത ഒരു വസ്തുവില്ലായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ വന്നവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവരെവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ച് ഹിസ്കിയാവ്, അവർ ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു, എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക, രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്നുത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ അരമനയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്പസ്വാർത്ഥനാണെന്ന് നമുക്ക് തോന്നും അദ്ദേഹം, അല്ലേ? എൻ്റെ കാലത്തൊന്നും ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന അതിൻ്റെ പരിണത ഫലം ചിലപ്പോൾ തലമുറകളിലേക്ക് പോയെന്നിരിക്കും. അതുകൊണ്ട് ബുദ്ധിയോടെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം ധാരാളമായി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മുമ്പോട്ട് വരാൻ അവർ പഠിച്ച വാക്യങ്ങൾ പറയും. ഹല്ലേലൂയ, പ്രൈസ് ജീസസ്. പാസ്റ്റർ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. പാസ്റ്റർ അങ്ങ് നിർത്തിയാൽ മതിയായിരുന്നെന്ന് വിചാരിക്കുന്നവരും കാണാതിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കം. Matthew 5 verse 5. Jesus is the light of the world. Remember your word unto thee servant, upon which thou hast caused me to hope. Let your mercies also come unto me, O Lord, and even your salvation according to your word. So shall I have an answer for him that reproaches me.
for I trust in your word. Psalms 119, verse 41 and 42. Rejoice in the Lord always, and again I will say rejoice. Psalms 118, verse 1. Give thanks to the Lord, for he is good, and his love endures forever. But you, O Lord, are a shield for me, my glory and the one who lifts up my head. I cried out to the Lord with my voice, and he heard me from his holy hill. Psalms 3, verse 3 and 4. Have mercy upon me, O God, according to your loving kindness, according to your tender mercies. Blot out my transgressions. Wash me thoroughly from my iniquity, and cleanse me from my sin, from my skin. Psalms 51, verse 1 and 2. Psalms 20, verse 1. May the Lord answer in their trouble, may the name of the Lord in Jacob defend you. പറഞ്ഞോ, കഴിഞ്ഞോ? പ്രൈസ്. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജാസ്മിൻ സിസ്റ്റർ, ജാസ്മിൻ പീറ്റർ പ്രാർത്ഥിച്ചു. കഥാവേ സ്തോത്രം കർത്താവേ. സമയത്തിനെ സ്തുതിക്കാനായിട്ട് ഞങ്ങൾക്ക് അവസരം നൽകി തന്നിരിക്കുന്നതായിട്ട് സ്തോത്രം കർത്താവേ. ഞാൻ കേട്ട പ്രകാരം ഞങ്ങൾ നടക്കാനായിട്ട് അവിടുന്ന് സഹായിക്കണം കർത്താവേ. അതുപോലെ കർത്താവേ, വാക്യം പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും എൻ്റെ കരങ്ങളോട്ട് ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് ആരോഗ്യത്താൽ നിറയ്ക്കണം കർത്താവേ, കൃപയാൽ നിറയ്ക്കണം, തീർത്ഥത്താൽ അവരെ മൂടി മറിച്ചേക്കണം കർത്താവേ. പുതിയ വർഷത്തെ സ്കൂളിൽ തുടങ്ങിയല്ലോ കർത്താവേ, ഓരോ വർഷത്തെ പഠിത്തം അവരുടെ അനുഗ്രഹമാക്കി തീർക്കണം അവർ കർത്താവേ. അവരുടെ ഫ്രണ്ട്സിനും എൻ്റെ ദൈവത്തിന് സാക്ഷിയായിട്ട് അവർ നിൽക്കാനായിട്ട് അവിടുന്ന് സഹായിക്കണം. ഈ ലോകത്തിലും മായ ലോകത്തിൽ പോകാതെ അവിടുന്ന് കൃപ ചെയ്യണം കർത്താവേ. നിൻ്റെ സാക്ഷിയായിട്ട് തിരുനാമ മഹിമയ്ക്കായിട്ട് അവർ നടക്കാനായിട്ട് അവിടുന്ന് കൃപ ചെയ്യണം കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാ പ്രാർത്ഥനയും യേശുവിനാമത്തിൽ തന്നെ. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ നോക്കൂ. പറഞ്ഞു കഴിഞ്ഞല്ലേ അവര്? പിന്നെന്താ അവരിവിടെ നിന്നേ? കൺഫ്യൂസ്ഡ് ആക്കി കളയുവാണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുള്ള സമയമുണ്ട്. പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഒരു മാസത്തിന് ശേഷം നാട്ടിൽ പോയി കടന്നു വരുവാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകം ഒരു സാക്ഷ്യമായി പറയേണ്ട ഒരു കാര്യം എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. കർത്താവെ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന്. പ്രത്യേകം ഞങ്ങളിങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളെടുത്ത ടിക്കറ്റ് ക്യാൻസൽ ആവാനിടയായി. അത് ആരും ഞങ്ങളെ അറിയിച്ചില്ല. ഞങ്ങൾ എയർപോർട്ടിലോട്ട് വരുന്ന വഴിക്ക് അതിനു മുമ്പ് ജാസ്മിൻ ചുമ്മാ ലഗേജ് ചെക്ക് ചെയ്തപ്പോൾ അറിഞ്ഞത് ഈ ഫ്ലൈറ്റ് ക്യാൻസലായെന്നുള്ളത്. സോ അപ്പം എങ്കിലും ഞങ്ങൾ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ബോംബെ വരെയുള്ള ഫ്ലൈറ്റാണ് ക്യാൻസലായി. അപ്പം എങ്ങനെയും എയർപോർട്ടിലെത്തി അതിന് ഓൾട്ടർനേറ്റീവായിട്ടൊരു ഫ്ലൈറ്റ് എടുക്കാം, ബോംബെ നിന്നിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെ ചിന്തിച്ച് മാനസിക ബുദ്ധിയിലൊക്കെ ഒത്തിരി ചിന്തകളും ഒക്കെ ആയിട്ട് എയർപോർട്ടിലോട്ടൊക്കെ പുറപ്പെട്ടെങ്കിലും ദൈവത്തിന് വേറൊരു പദ്ധതിയായിരുന്നു. പിന്നീട് ഒത്തിരി ടെൻഷനൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഒന്നും നോക്കി കിട്ടുന്നില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എപ്പോഴും എനിക്ക് ഒരു ബോധ്യമുണ്ട്, ഒരു കാര്യം സാധിക്കണമെന്ന് വരില്ല, അതെങ്ങനെയും സാധിച്ചെടുക്കും എന്നൊക്കെയുള്ള മനോബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ ഒന്നും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ആരോട് നമ്മൾ പോയി എന്തോ പറയുമെന്നൊന്നും അറിയത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിപ്പോയി. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ നോക്കുമ്പം ടിക്കറ്റിൻ്റെ പൈസ 6 മാസം മുമ്പ് എടുത്തപ്പോൾ ടിക്കറ്റിന് വില കുറവായിരുന്നു. പിന്നെ ഈ പീക്ക് ടൈമിൽ ഭയങ്കര ലക്ഷങ്ങൾ മുന്നോട്ട് മാറി ടിക്കറ്റിൻ്റെ വില. ദൈവമേ, ഞാൻ ഓർത്ത് ഇങ്ങനൊക്കെ ഒരു പരിശോധന ദൈവമേ എന്തിനാ തരുന്നതെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ഒത്തിരി ഏജൻസിയൊക്കെ വിളിച്ചു, ഒത്തിരി കാര്യങ്ങളൊക്കെ വിളിച്ചു. പക്ഷെ അവരെല്ലാം ഭയങ്കര പൈസയാണ് റേറ്റ് ഒക്കെ പറഞ്ഞത്. തുടർന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു, നിൻ്റെ ക്ലേശങ്ങളും ഭാരങ്ങളും എല്ലാം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. ഇന്ന് വർഷിപ്പിന് പറഞ്ഞ പോലെ ഭാരങ്ങളെല്ലാം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. അപ്പം നമ്മൾ വിചാരിക്കുക ആത്മീയത മാത്രമാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ ആത്മീയത മാത്രമല്ല, നമ്മുടെ
ഭൗതികവും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാ കാര്യവും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം രാവിലെ എണ്ണിച്ച് ജാസ്മിൻ വെറുതെ ടിക്കറ്റ് നോക്കിയപ്പം ഭയങ്കര വിലക്കുറവിൽ ഒരു ടിക്കറ്റ് കണ്ടു. ഞങ്ങൾ 6 മാസം ബുക്ക് ചെയ്തതിനേക്കായി 500 പൗണ്ട് കുറഞ്ഞ് ഒരു ടിക്കറ്റ് കിടക്കുന്ന കണ്ടു. അത് പെട്ടെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അവധിയൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരാഴ്ചയോടെയൊക്കെ നിന്ന് ഒത്തിരി ലാഭകരമായ ടിക്കറ്റുകളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ സ്ട്രെസ്സൊന്നും ഇല്ലാതെ കടന്നു വരാൻ സാധിച്ചു. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവത്തിന് ഭയങ്കര പദ്ധതികളുണ്ട്. നമ്മൾ ഒന്നിനെ പറ്റി പറയേണ്ട, എല്ലാം ദൈവസന്നിധിയിൽ മനോഹരമായി ചെയ്തെടുക്കുന്ന ദൈവസന്നിധിയിൽ ഏത് വിഷയമാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അത് ഭംഗിയായി ചെയ്തു തരുമെന്ന് വീണ്ടും ഉറയ്ക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാത്തിനായും നന്ദി പറയുന്നു. പ്രത്യേകം ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. നാട്ടിലായിരിക്കുന്ന ഡാഡിയും മമ്മിയും എപ്പോഴും മമ്മി പറയും ഞാൻ മിസ് ചെയ്യുന്നത് ഇവിടുത്തെ സഭയാണ്. അവരൊത്തിരി മിസ് ചെയ്യുന്നുണ്ട് സഭ. പ്രത്യേകം നിങ്ങളെ പപ്പയും മമ്മിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഒരു വർഷം കൂടി നിങ്ങളുടെ മുമ്പാകെ സാക്ഷി നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2 ദിവസം ദൈവത്തിൻ്റെ ഫലിരിപ്പാൻ ദൈവം ഇടയാക്കി. ആ ദിവസങ്ങൾ ദൈവനെ കാണിച്ച ദർശനം ഇന്ന് വീണ്ടും അത് കാണിപ്പാൻ തക്കോണം ദൈവം ഇടയാക്കി. ഇന്ന് നമ്മൾ ആരാധിച്ചതൊരു വലിയ ശക്തിക്ക് മേലെ ജയിപ്പാനൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ മേൽ വ്യാപരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ദൈവത്തിന് ചില പ്രവർത്തികൾ നമ്മളെ കൊണ്ട് ചെയ്തെടുക്കണമായിരുന്നു. അതിനാണ് ദൈവത്തിൻ്റെ ചില വെൻ കാര്യങ്ങൾ നമ്മളെ കൂടെ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ ഇടയാക്കിയല്ലോ. അതിനായി നന്ദി പറയുന്നു. ഞാൻ കണ്ട ദർശനം ഇങ്ങനെയാണ്. ഒരു പശു അത് വളരെ മെലിഞ്ഞിരിക്കും. അതിന് 2 അതിൻ്റെ മൂക്കിൽ ഇങ്ങനെ കയറിട്ടിട്ടുണ്ട്. അതിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. തൊട്ടിപ്പുറത്ത് പച്ച പുൽമേട് ഇങ്ങനെ കിടക്കും അതിന് തിന്നാൻ. പക്ഷെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് മണ്ണുണ്ട്. ഇതെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇത് വളരെ ശോഷിച്ചിരുന്നിട്ട് ഇത് പച്ച പുൽമേലിലോട്ട് പോകാൻ കഴിയാതെ ഇത് ഈ മണ്ണ് തിന്നുക. ഹല്ലേലൂയ. എന്നാൽ ഞാൻ അതിനെ ആരാധിച്ച് ജയമെടുപ്പാനിട ഇന്ന് പോയി തന്നെ ഹല്ലേലൂയ അതങ്ങോട്ട് മണ്ണിലോട്ട് ചെന്നിട്ട് ഈ മണ്ണ് തിന്നുന്ന ഒരവസ്ഥ. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ മണ്ണ് തിന്നാനായിട്ട് നോക്കുന്ന ഒരു ശക്തി നമ്മളിൽ വ്യാപരിക്കുന്ന, അതിനെ ജയിപ്പാൻ ആവശ്യമാകുന്ന ഒരു ദൈവകൃപ ഈ നാളെ നമ്മൾ പ്രാപിച്ചെടുക്കണം. നമുക്ക് ഇന്ന് പാസ്റ്റർ പറഞ്ഞ ചിലതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ ഇതിനെ ജയിപ്പാൻ ആവശ്യമാകുന്ന ശക്തി, ആത്മശക്തി നമ്മൾ ഇന്ന് മുറിക്കകത്തിരുന്ന് നമ്മൾ ആരാധനയെങ്കിൽ എല്ലാം നമ്മൾ പ്രാപിച്ചെടുക്കണം. അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും. ആ പച്ച മേലിലോട്ട് ചെല്ലാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്ഷീണിച്ചിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ ശക്തി പ്രാപിപ്പാൻ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ആത്മീയമായ ചില തലങ്ങൾ ഈ നാളിൽ മുന്നേറി വരുവാൻ ദൈവം ആഗ്രഹിച്ചിരിക്കും. എന്നാൽ ചില ശക്തികൾ നിന്നെ ഞാൻ നിന്നോട് ദൂത് വിളിച്ചു പറയും ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഈ പച്ച മേടിലോട്ട് പോവാൻ ദൈവം നിന്നെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ നീ പച്ച പുൽമേട് നീ തിന്നാതെ ഹല്ലേലൂയ നീ മണ്ണ് തിന്നിക്കുന്ന നിന്റെ ശക്തിക്കെതിരെ ഹല്ലേലൂയ നീ ജയം പ്രാപിച്ചെടുക്കുക. നീ വലിച്ചു കീറുന്ന സിംഹം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം നിന്നിൽ ആഗ്രഹിച്ചിരിക്കുന്ന, നിന്നിൽ പകർന്നിരിക്കുന്ന ശക്തി, സിംഹത്തെ വലിച്ചു കീറുവാനിരിക്കുന്ന ശക്തി ഹല്ലേലൂയ. നീ പറയുക ഞാൻ പൂച്ചയാ, ഞാൻ പുലിയാ, ഹല്ലേലൂയ എനിക്ക് വലിച്ചു കീറാൻ കഴിയത്തില്ലെന്ന്. എന്നാൽ നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയെ നീ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ നിന്നിൽ നീ പ്രാപിച്ചെടുക്കുന്ന ജയം ഹല്ലേലൂയ ആ ശക്തി നിന്നിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഈ നാളെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ അഭിവൃദ്ധി പ്രാപിപ്പാൻ ദൈവം ഹല്ലേലൂയ മഹാസ്നേഹനിധിയായിട്ടുള്ള ദൈവമാണ്. ദൈവം നിന്നെ വേറെ തലത്തിലേക്ക് വിടുവാൻ ആഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് എത്ര പേരെ ഇത് വിശ്വസിക്കുന്ന അറിയത്തില്ല. ഞാൻ ഈ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചില ഇവിടുത്തെ കുടുംബങ്ങളുടെ ഒക്കെ ഇടയിൽ ഹല്ലേലൂയ ഒരു ഇംഗ്ലീഷ് ഫാമിലി എന്നെ ദൈവം കാണിച്ചു വന്നിട്ട് അവിടേക്ക് അവർ മദ്യമൊക്കെ ഒഴിച്ച് ഹല്ലേലൂയ നശിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ ആരാധിച്ചപ്പോൾ ആത്മശക്തി ആ കുടുംബത്തിന് മേൽ വ്യാപരിച്ച ആ കുടുംബത്തെ ഹല്ലേലൂയ അവർക്കൊരു സമാധാനം ഹല്ലേലൂയ ഒരു പീസ് ആ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച സ്വർഗത്തിൽ നിന്നൊരു ഹല്ലേലൂയ ഒരു ലൈറ്റ് ഹല്ലേലൂയ അതിങ്ങനെ ഇറങ്ങി അതിങ്ങനെ പരക്കുമായിരുന്നു. ഹല്ലേലൂയ ഇന്നത്തെ ദൈവത്തിൻ്റെ ഈ ആരാധനയിൽ ഒത്തിരി വിടുതൽ നടന്നു. ഇന്ന് ഹല്ലേലൂയ പല രോഗികൾ
രോഗികളെ സൗഖ്യമായി, പല ബന്ധനങ്ങൾ അഴിഞ്ഞു. ഹല്ലേലൂയ. ആത്മശക്തിയിലേക്കും ആത്മതലത്തിലേക്കും പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുടുംബങ്ങൾ മാറ്റപ്പെടുവാനായിട്ട് ഹല്ലേലൂയ ദൈവവിടിയാക്കി നമ്മുടെ ഓരോരുത്തരുടെ കുടുംബ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ദൈവത്തിന് വൻകാര്യങ്ങളെ ചെയ്തെടുക്കാനാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ആത്മശക്തിയാൽ നിറയ്ക്കട്ടെ. പ്രാർത്ഥനയിൽ മുന്നേറി അല്ലെങ്കിൽ വീണ്ടും വരുവാൻ ദൈവമക്കൾ ഓരോരുത്തരും പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരുന്നു. Praise Jesus. Hallelujah. Anybody else? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പാട്ടുപാടി കർത്താവിനെ പ്രാർത്ഥിച്ച അവസരം. ലോകെ ഞാനെൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗേ വിരുദിനായി. ലോകെ ഞാനെൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമാ പരനേശുരാജൻ സന്നിധം. പറന്നിടും ഞാൻ മറുരൂപമാ പരനേശുരാജൻ സന്നിധം. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനെ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടാണ് നീടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടാണ് നീടുമേ. ഭൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതൻ എന്നെ മാനിക്കുവാനാ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വെറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വെറുത്ത വീരന്മാർ. വീണകളേന്തി ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിയിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോ ഞാനും ചേർന്നു പാടിയിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ
എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. Praise the Lord, praise the Lord. പ്രിയ ദൈവമക്കളെ, സഭയെന്നുള്ള നിലയിൽ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ഒത്തിരി സഭകൾ ഇരുട്ടിൽ കൂടെ സഞ്ചരിക്കും. നമുക്ക് കർത്താവ് ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ഈ കുഴി കിടക്കുന്ന ജനത്തെ വീണ്ടെടുക്കാൻ, വിടുവിക്കാൻ, അത്ഭുത പ്രകാശത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുവാൻ കർത്താവ് നമ്മളുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഓർത്തോണം. ഞാൻ പറഞ്ഞല്ലോ, ലോകക്കാരുടെ കൂട്ട് നമുക്ക് ഓടാനുള്ള സമയമില്ല. ലോകത്തിൻ്റെ കൂടെ കോംപ്രമൈസ് ചെയ്യാൻ സമയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സഭയെ ഒത്തിരി കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം പോലും എനിക്ക് ഞാൻ ഈ വചനം പ്രിപ്പയർ ചെയ്ത സമയത്തൊന്നും എൻ്റെ മനസ്സിലേക്ക് ഓണോ കാര്യങ്ങളോ അതൊന്നും വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെപ്പാൻ, അൺപാരൽ ഒരു ട്രസ്റ്റ്, ഫെയ്ത്ത് ടുവേർഡ്സ് ഗാഡ്, അത് നമുക്കുണ്ടായിരിക്കട്ടെ. എസെക്കിയായുടെ കൂട്ട് അങ്ങനെയുള്ളൊരു അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ ഇടയിൽ രോഗികൾ പലരും ഉണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നീതുവിന് കഴിഞ്ഞ ദിവസം സ്കാനിങ് ഒക്കെ നടന്നു. ഗാൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് പറയുന്നു. അതിന് ഇൻഫെക്ഷനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു തരത്തിലുള്ള എന്താ പറയുന്നത്, ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ കർത്താവ് സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. നമുക്ക് വിശ്വസിക്കാം. സഭ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ലീഷ വയറിന് ഒത്തിരി പ്രയാസമായിട്ട് തനിക്കും കടന്നു വരാൻ പറ്റിയിട്ടില്ല. ഇതിനകത്തിൽ ടമ്മി ഏക്കുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ. ഇന്ന് ഞങ്ങൾ യാത്രയിലായിരുന്നപ്പോൾ കൊച്ച് ഛർദ്ദിച്ച് അവൾ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വഴിയിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവളെ ഇറക്കി എല്ലാം ക്ലീൻ ചെയ്തൊക്കെയാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ശത്രുവായ രോഗങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളെ നിരാശപ്പെടുത്തുവാൻ, നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയുന്ന പൈശാചിക പോരുകളുണ്ട്. അതൊക്കെ കണ്ട് ഉണർന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അത്ഭുതം ഇനിയും നമ്മളുടെ ഇടയിൽ നടക്കണം. അതിന് വലിയൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. വി ഡു ഹാവ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ഗാഡ്. ദൈവത്തോടെ ആമേൻ ലീൻ ചെയ്യാൻ, ദൈവത്തോടെ പറ്റിയിരിക്കാൻ, ചേർന്നിരിക്കാൻ, ആ ട്രസ്റ്റ് ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ കർത്താവ് നമ്മളെ ഓരോ നിമിഷവും സഹായിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് ഇപ്പോൾ ദീപക് ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹാലയിൽ ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചാരംഭിച്ചത് തൊട്ട് ഇതുവരെയും കർത്താവെ ശക്തമായ ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ കർത്താവ് നിർത്തുകയായിരുന്നല്ലോ. കർത്താവ്, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾ ഹാലയിൽ പിന്നെയും അടുത്തു വരുന്നത് സിയോൻ പർവ്വതത്തിനും ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും ഹല്ലേലൂയ. പുതിയ ദൈവത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലല്ലോ തമ്പുരാനെ. ഇന്ന് പകല് നീ സൗഖ്യദായകനായി ഇതിനിടയിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. തമ്പുരാനെ, ഇന്ന് ഇതിന്റെ നടുവില് നീ അഭിവൃദ്ധി തരുന്ന ദൈവമായി ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. തമ്പുരാനെ, ഇതിന്റെ നടുവില് നീ ക്രമീകരിക്കുന്ന ദൈവമായി ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് വിടുതലിന്റെ പകലായിരുന്നു തമ്പുരാനെ, ഞങ്ങളത് അനുഭവിച്ച പകലായിരുന്നു തമ്പുരാനെ. ദൈവശക്തി വ്യാപാരിക്കുന്നതിന്റെയും പകലായിരുന്നു തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിൽ പലതും ഇന്ന് നീങ്ങിപ്പോയി തമ്പുരാനെ, ഞങ്ങളുടെ ഇടയിൽ പലതും ഇന്ന് വിട്ടുമാറി തമ്പുരാനെ. ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു തമ്പുരാനെ. നന്ദി പിതാവേ, ഹല്ലേലൂയ. നിന്റെ വചനത്താൽ ഞങ്ങളെ കർത്താവേ ഉദ്ധരിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ യഹോവയുടെ സന്നിധിയിൽ ഒന്ന് അപേക്ഷിക്കുന്നു. അത് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹവുമായിരിക്കുന്നു. അവന്റെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും
ആരാധിക്കുവാനും ഹല്ലേലൂയ ഞങ്ങൾ ആയുഷ്കാലമൊക്കെയും അവന്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ഹല്ലേലൂയ ഹല്ലേലൂയ തമ്പുരാനെ, ആ വെളിപ്പാടോടുകൂടി കർത്താവേ ഒരിക്കൽ കൂടി ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരാളും രോഗികളായി ഭാരപ്പെടുകയില്ല. ഇന്ന് ദൈവം അതിന് വിടുതലായിരിക്കയാൽ സ്തോത്രം, ദൈവം അതിനെ വിടുതലാക്കിയിരിക്കയാൽ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ സകലതും കർത്താവേ ഹല്ലേലൂയ ദൈവം ചന്തോചിതമായി ചെയ്തിരിക്കയാൽ സ്തോത്രം. അങ്ങേ കരങ്ങളിലേക്ക് മുറ്റമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. വരുന്നൊരാഴ്ച മുഴുവൻ ദൈവസന്നിധിയിലായിരിക്കാൻ, ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഞങ്ങളുടെ ഇടയിൽ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്കായി പോകുന്നവർ, വാഹനവുമായി പുറത്ത് പോകുന്നവർ, ഭവനത്തിലായിരിക്കുന്നവരൊക്കെയും ഉണ്ട് കർത്താവ്, ആശുപത്രിയിൽ ജോലിക്കായി പോകുന്നവരൊക്കെയും ഉണ്ട് കർത്താവ്. എല്ലാവരെയും തിരുസാന്നിധ്യത്തിൽ മറച്ച് കാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണം, വരവിന് വേണ്ടി ഒരുക്കണം, നിറഞ്ഞ പ്രത്യാശയിൽ വഴി നടത്തണം. മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടി ഹരയഹോവായേ മനസ്സാലിവുഡ് മഹോന്നത പരനെ വന്ദനം നീനക്കാമേ. മനസ്സാലിവുടയ മഹോന്നത പരനെ വന്ദനം നീനക്കാമേ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലാലോചനയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേൽ, നാം എല്ലാവരുടെ മേലും പ്രദേശങ്ങളുടെ മേലകളുടെ മേലും ഇപ്പോഴും എപ്പോഴും തന്നെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട ദൈവജാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണം. കടന്നു വന്ന എല്ലാവരോടുള്ള നന്ദി. എല്ലാവർക്കും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാം.